ആക്ച്വലി ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. ഒരു ക്രിസ്ത്യാനിയുടെ ദൈനംദിന ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം, നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഓവറോൾ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇന്നും അടുത്ത ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് ചിന്തിക്കാൻ പോകുന്നത്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി വന്ന ഒരു വലിയ ഗ്യാപ്പ്, അത് കാരണം എന്താണ് നമ്മൾ പഠിച്ചത് എന്നുള്ള വിഷയത്തിൽ നിന്ന് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. റോമാലേഖനം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഓർപ്പിച്ചതുപോലെ തന്നെ ഡോക്ട്രിനൽ ആൻഡ് പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്ന ബുക്കാണ്. അതായത് ഉപദേശപരവും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ, പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാൻ കഴിയും എന്നുള്ള നിർദ്ദേശങ്ങൾ. എല്ലാവർക്കും മഹാത്മാഗാന്ധിജിയെ പോലെ ഹരിചന്ദ്രനെ പോലെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് ഈ ബൈബിളിൽ 14-15 അധ്യായങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. പൊതുവായിട്ട് ഡോക്ട്രിനൽ വിഷയങ്ങളും പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ് ഈ ഹോൾ റോമാലേഖനം. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡോക്ട്രിനൽ കാര്യങ്ങളാണ്, ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അൺപാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള അധ്യായം നോക്കിയാൽ ഡോക്ട്രിൻ ഓഫ് സിൻഫുൾ ഹ്യൂമാനിറ്റി, അതായത് പാപം ചെയ്ത മനുഷ്യനോടുള്ള ദൈവിക നിലപാട്, ദൈവിക ഉപദേശങ്ങൾ എന്നുള്ള നിലയിലാണ് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. കംപ്ലീറ്റ് ഹ്യൂമാനിറ്റി, എല്ലാവരും, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയാൽ ഒരുത്തര് പോലുമില്ല. വീണ്ടും നോഹയുടെ കാലത്തെ ജലപ്രളയം പോലെ അടുത്തൊരു ജലപ്രളയം വരുത്തി കംപ്ലീറ്റ് ആൾക്കാരെയും നശിപ്പിച്ച് കളയാവുന്ന രീതിയിൽ നീതിമാനായിട്ട് ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് പറയുന്ന അധ്യായം അത് പ്രൂവ് ചെയ്തിരിക്കുക. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. 4 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, കൃപയാൽ വിശ്വാസം മൂലം നീതീകരണം. ഇവിടെ ഒരുത്തൻ പോലും രക്ഷപ്പെടുന്ന രീതിയിലില്ല, എല്ലാവരും ദൈവത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മാനവരാശിയെ എങ്ങനെ രക്ഷിക്കും? അതാണ് 4 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, കൃപയാൽ വിശ്വാസം മൂലം നീതീകരണം പ്രാപിക്കുന്ന ഒരു കാര്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറയുന്ന പുസ്തകങ്ങൾ. 9 മുതൽ 11 വരെയുള്ള അധ്യായം ഡോക്ട്രിൻ ഓഫ് ഇസ്രായേലാണ്, യഹൂദനോടുള്ള ദൈവിക പദ്ധതി, ദൈവവും യഹൂദനുമായിട്ടുള്ള ഇടപാട്, ആ ദൈവിക പദ്ധതി എന്താണ് യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ. ഡോക്ട്രിൻ ഓഫ് ഇസ്രായേൽ 9, 10, 11 അധ്യായങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. ദൈവം യഹൂദനെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. ചർച്ച് ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. നാം ഒരാത്മീക ഇസ്രായേൽ അല്ല. ഇവിടെ ഒരു റീപ്ലേസ്മെന്റ് നടന്നിട്ടേ ഇല്ല. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. അവരെ വിട്ടുകളഞ്ഞു എന്നുള്ളത് ശരിയാ, കുറെ ലോങ് പീരീഡിലേക്ക് വിട്ടുകളഞ്ഞു എന്നുള്ളത് ശരിയാ, 2000 വർഷത്തോളമായിട്ട് അവരെ വിട്ടുകളഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷെ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ആ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തെ ദൈവം ഉറപ്പിക്കും. അത് ദൈവവും അവരുമായിട്ടുള്ള ബന്ധമാണ്. അവർ കുറേ നാളായിട്ട് ദൈവം കൈവിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ഥാനം കയറി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പ്രസ്ഥാനവും അവരുടെ ഉപദേശവും അവരുടെ വാഗ്ദത്തവും ഒക്കെ അവരോടുള്ളതാണ്. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിനായി കർത്താവ് ലോകത്തിൽ വന്നത് തന്നെ. അതിനുശേഷം ദൈവം അവരെ കൈവിട്ടു എന്നുള്ളത് ശരിയാ, പക്ഷേ ദൈവം അവരെ ഉറപ്പിക്കും. പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തമാണ്, അത് ദൈവം വിട്ടുകളയത്തില്ല. വഴിയിൽ വെച്ച് വിട്ടേച്ച് പോകുന്ന ആളല്ല ദൈവം. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അതാ പറയുന്നത്. യഹൂദനെ ദൈവം വിട്ടുകളഞ്ഞുവോ? അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുമോ? വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. യാക്കോബിന്റെ കഷ്ടം അല്ലെന്നുണ്ടെങ്കിൽ യാക്കോബിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. യാക്കോബ് എന്നൊക്കെ പറഞ്ഞ ഇസ്രായേല. ഈ ഒരു വിഷയം പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളാണ് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. എന്നാൽ 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം. ഒരാൾ രക്ഷിക്കപ്പെട്ടു, രക്ഷയുടെ അനുഭവം എന്താണെന്ന് മനസ്സിലായി, നമ്മൾ ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുകയാണ്, നമ്മൾ എങ്ങനെ ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കും? ഇവിടെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ
പരിശുദ്ധ ആത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. അതായത് ക്രിസ്തുവിലായിരിക്കുക, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങളൊക്കെ അതാ പറയുന്നത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നാം അങ്ങനെ യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. ഇതിനെ ആ സ്നാനം എന്ന് പറയുന്നത്. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർത്തിരിക്കുക. അങ്ങനെ ചേർന്നിരിക്കുന്ന നാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൺകൂടാരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ നിത്യതയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരു ചിന്ത നമ്മൾ പഠിക്കുവാനായിട്ടിടയായി. നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ ഈ മൺകൂടാരത്തിലായിരിക്കുന്നു. നാം ഇന്നും ജീവനോട് ഇരിക്കുന്നത് കൊണ്ട് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ നിത്യതയിൽ നാം പ്രവേശിച്ചിരിക്കുക. നമ്മുടെ നിത്യത എന്ന് പറയുന്നതിന് ഒരു അന്തമില്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും അതൊരു അന്തമില്ല. നാം ഈ ശരീരത്തെ വേർപെട്ട നിത്യതയിലേക്ക് കയറുന്ന നൊടിയിടയില്ല. അതൊരു അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ സ്വിച്ച് ഓവർ ചെയ്യുന്ന മാതിരി നമ്മൾ അറിയത്തു പോലുമില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട്. നമ്മുടെ നിത്യതയിലേക്ക് നമ്മൾ അങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാം ഓൾറെഡി നമ്മുടെ നിത്യതയിൽ ആയിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിത്യതയിൽ നമ്മൾ ആയിരിക്കുക. എന്നാൽ നാം ഈ മൺകൂടാരം വിട്ട് മരിച്ചു പോയി എന്ന് വിചാരിച്ചു. ഈ മൺകൂടാരം വിട്ട് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ റാപ്ചർ നാളിൽ നാം മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. പുതിയൊരു വിൺ ശരീരം നമുക്ക് ലഭിക്കും. ആ വിൺ ശരീരം ലഭിച്ച് നാം നിത്യം കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇനി അല്ല, നാം ജീവനോടിരിക്കുക, നാം മരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നാം രൂപാന്തരം പ്രാപിക്കും. ഒരു വിൺ ശരീരം നമുക്ക് ലഭിക്കും. അർത്ഥാൽ ജീവിച്ചാലും മരിച്ചാലും നാം നിത്യതയിലാണെന്നുള്ളൊരു അഷുറൻസ് നമുക്ക് കർത്താവിലെ ആ വിശ്വാസത്താൽ ലഭിച്ചിരിക്കുക. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം മരിച്ചാലും ജീവിച്ചാലും നിത്യതയിൽ പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുക. കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റ് യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. അവന്റെ മരണത്തിലും അവന്റെ അടക്കത്തിലും അവന്റെ പുനരുദ്ധാനത്തിലും എല്ലാം നാം പങ്കാളികളായി തീർന്നിരിക്കുക. ആ നിത്യത ദൈവം നമുക്ക് തന്നിരിക്കുക. മരിച്ചു പോയാലും ശരി, ജീവനോടിരുന്നാലും ശരി, ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. മരിച്ചു പോയാൽ നമുക്ക് അടുത്ത മരിച്ചു പോയതിനു ശേഷമുള്ള ഒരു ഇന്ററിം പീരീഡ് ഉണ്ട്. നമ്മൾ അവിടെ ആയിരിക്കും. കർത്താവിന്റെ വരവെങ്കിൽ നാം കണ്ണുമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കും. ഇതെല്ലാം നമുക്ക് അഷ്വേർഡ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളും തിരുവചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുമാണ്. ഐ ട്രസ്റ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ നമുക്ക് അതിന്റെ അഷുറൻസ് തന്നിരിക്കുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്ന പലരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് യോന മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു, 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു എന്നൊക്കെ പറയുന്നത് പലരും പല ശാസ്ത്രീയമായിട്ട് അതിനെയൊക്കെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കാര്യം ആ മത്സ്യം എന്തെങ്കിലും വിഴുങ്ങി കഴിയുമ്പോഴത്തേന് അതിനെ ദഹിപ്പിച്ച് കളയാനുള്ള ഒരു ദഹനരസം അത് പുറപ്പെടുവിക്കും. മനുഷ്യനെ വിഴുങ്ങി കഴിയുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് ഒരുമാതിരി ഉപ്പിലിട്ട മാങ്ങ മാതിരി ആയിരിക്കും അകത്തോട്ട് പോകുന്നത് തന്നെ. 3 ദിവസം എന്നൊക്കെ പറയുന്ന ഒരു പൊടി പോലും കാണാൻ ബാക്കി കിട്ടത്തില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഈ യോനയെ മീൻ വിഴുങ്ങിയെന്ന് പറഞ്ഞാലും മീനെ ഇനിയും യോന വിഴുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കും. കാര്യം ഇത് സത്യവചനമാണ്. I trust the word of God. Hallelujah. I trust the Bible as fully as I trust the Lord. ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു. ബിക്കോസ് ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവവചനമാണ്. ഇതിൽ കൂടെ നമുക്ക് ആ അഷുറൻസ് ദൈവം തന്നിരിക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ക്രിസ്തീയ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, മരണം വരെ നമുക്ക് എന്തായാലും നമുക്ക് ഈ മൺകൂടാരത്തിൽ നമ്മൾ ജീവിക്കണം. ആ മൺകൂടാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് ഈ അധ്യായങ്ങൾ കൂടെ 14-15 അധ്യായങ്ങൾ കൂടെ നാം ചിന്തിക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടും പോകുന്നത്. നാം അനുദിനം അഭിമുഖീകരിക്കുന്നതും എന്നാൽ തിരുവചനം അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുമായ അനേക കാര്യങ്ങളുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ കാലത്തുമുണ്ട്, ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഉണ്ട്. ഒത്തിരിയും കാര്യങ്ങൾ തിരുവചനത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻസും പറഞ്ഞിട്ടില്ല. നാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് തീരുമാനമെടുക്കണം, വാട്ട് ഷുഡ് ബി അവർ സ്റ്റാൻഡ് ഇൻ സച്ച് കേസസ്, അതാണ് ഈ വിഷയത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന്, ക്രിസ്മസിന് സ്റ്റാർ ഇടാമോ, ഇട്ടതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓണത്തിന് സദ്യ കഴിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിനൊന്നും ബൈബിളിൽ നമുക്ക് ഒരു
ക്ലാരിറ്റി ഈ ഒരു വിഷയത്തിൽ, ഈ വിഷയത്തിന് ആൻസർ ആയിട്ട് ലഭിക്കത്തില്ല. ഒരു ഹൈന്ദവ സഹോദരൻ നമ്മളെ ലഞ്ചിന് വിളിച്ചിരിക്കുന്നു, പോകാമോ? നമ്മുടെ വീടുകളിൽ തന്നെ ഒരു കുഞ്ഞിന്റെ മാമോദീസ നടക്കുന്നു, എനിക്കതിന് കൂടാമോ? നമ്മൾ ആ സ്നാനമൊന്നും അംഗീകരിക്കുന്നവരല്ലല്ലോ, നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? അതിന് കൂടാൻ പറ്റുമോ? കള്ളപ്പം കഴിക്കാൻ പറ്റുമോ? കള്ള് ചേർത്തിട്ടുണ്ട് ആ അപ്പത്തില്, കള്ളപ്പം കഴിക്കാമോ? ബ്രാൻഡ് ചേർത്ത കേക്ക് പീസ് ഒരു പീസ് കിട്ടി, അത് കഴിക്കാൻ പറ്റുമോ? ബ്രാൻഡി അതിൽ ചേർത്താണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റുമോ? ജീൻസ് ഇടാൻ പറ്റുമോ? ദേശീയ ഗാനം പാടാൻ പറ്റുമോ? പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ? ഇതുപോലുള്ള നിറയെ ക്വസ്റ്റ്യൻസുകളുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ഇതിനൊന്നും ഡയറക്റ്റ് ആൻസർ ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രായോഗികമായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അധ്യായങ്ങളാണ് നാം ഇനി പഠിക്കാൻ പോകുന്ന 14ഉം 15ഉം അധ്യായങ്ങൾ. 13-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമായിരുന്നു. നമ്മൾ അതിൽ കൂടി സകലവും കർത്താവിനാൽ നിയന്ത്രിതമായിരിക്കുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും ദൈവത്താൽ നിയമിതമായിരിക്കുന്നു എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി. അതിലേക്ക് ഞാൻ മടങ്ങി പോകുന്നില്ല. എന്നാൽ ഈ 14-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 15-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വരെ ഇവിടെ പറയുന്നത് അവർ റിലേഷൻഷിപ്പ് ടു എ വീക്കർ ബ്രദർ, ഒരു വീക്ക് ബ്രദർ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ബലഹീനനായ ഒരാളുമായിട്ട് ഒരു വിശ്വാസികളുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയമാണ്. അല്ലെന്നുണ്ടെങ്കിൽ യൂണിറ്റി ഓഫ് ദ ചർച്ച് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. വിശ്വാസത്തിൽ ബലഹീനനായവനെ എങ്ങനെ ഉറപ്പിക്കണം? ഓരോ വിശ്വാസിയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് സാർവത്രികമാണ്, അത് യൂണിവേഴ്സലാണ്. അവിടെ വെള്ളക്കാരനെന്നോ കറമ്പനെന്നോ ഇന്ത്യക്കാരനെന്നോ ചൈനീസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജാതി മത വർണ്ണ വർഗ ഒരു വ്യത്യാസവുമില്ല. സകല മാനവരാശിയും ചേരുന്നതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നീദർ ജൂ നോർ ജെന്റൈൽ, ഒരു യഹൂദനൊന്നും ഒരു വ്യത്യാസമല്ല, ജാതിയൊന്നും ഒരു വ്യത്യാസമല്ല, സകല മാനവരാശിയും. റോമാലേഖനത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, യഹൂദന് എന്തെങ്കിലും വിശേഷതയുണ്ടോ? ഇല്ല. ജാതികൾക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോ? ഇല്ല. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു പോയിരിക്കുക. അതുകൊണ്ട് ദൈവം തുറന്നിരിക്കുന്ന ഈ കൃപാ കാലഘട്ടം എന്ന് പറയുന്ന ഈ ഒരു പീരീഡിൽ കൃപയാൽ വിശ്വാസം മൂലം രക്ഷ പ്രാപിക്കുന്ന ഒരു പ്രത്യേക പീരീഡായത്. അവിടെ രക്ഷിക്കപ്പെടുന്ന ജനതയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതായത് സഭ, ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ കാണുന്ന ഗ്യാതറിംഗ്, കോട്ടയത്ത് നമുക്ക് ചർച്ചുണ്ട്, എറണാകുളത്ത് നമുക്ക് ചർച്ചുണ്ട്. ഈ ഗ്യാതറിങ്ങുകളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് ആ സ്ഥലത്തുള്ള വിശ്വാസികൾക്ക്, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായിരിക്കുന്നവർക്ക് ആ സ്ഥലത്ത് കൂടി വരുവാനുള്ള ചില കോൺഗ്രിഗേഷൻസ് ആണത്. അവിടെ കൂടി വന്ന് നമ്മൾ ഒന്നിച്ച് സന്തോഷിക്കുകയും നമ്മളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും ദൈവം നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തെ ചേർന്ന് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ. അതാണ് ലോക്കൽ ചർച്ചസ് അല്ലെങ്കിൽ ലോക്കൽ ഗ്യാതറിങ്സ്, ലോക്കൽ കോൺഗ്രിഗേഷൻസ് എന്ന് പറയുന്നത്. നാം എല്ലാവരും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു സഭയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ഇവിടെ പ്രാരംഭമായിട്ട് വിശ്വാസി എന്ന് പറയുമ്പോൾ ആരാണ് ഈ വിശ്വാസി? എന്താണ് ദ ഡെഫിനിഷൻ ഓഫ് എ ബിലീവർ എന്നുള്ളത് ഞാൻ നമ്മുടെ വാമപ്പ് സെഷനായിട്ട് അല്പം ഒന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. കാര്യം ഇന്ന് ക്രിസ്ത്യന്റെ ഏറ്റവും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു പദവിയും ഒരു പദവുമാണ് ഈ വിശ്വാസി എന്ന് പറയുന്നത്. നമുക്ക് എത്ര പേർക്ക് ക്രിസ്ത്യാനിറ്റിയിൽ 99.9% ജനത്തിനും ക്രിസ്തീയ വിശ്വാസികൾക്കും ആക്ച്വലി എന്താണ് ഈ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിശ്വാസി, അതുകൊണ്ട് എന്താണ് പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്? തന്റെ ലേഖനങ്ങളിൽ പറയുന്ന വിശ്വാസി എന്ന പദത്തിന്റെ അർത്ഥം ഇന്ന് കംപ്ലീറ്റ്ലി ആൾക്കാർ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒത്തിരി പേര് അവരവരെ തന്നെ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസി സമൂഹം എന്ന് വിശ്വസിച്ചിരിക്കുക. ഒരു കൂട്ടര് അവരെ തന്നെ വിശ്വാസി എന്നാണ് അറിയപ്പെടുന്നത്. ആഭരണം ധരിക്കാത്ത ഒരു കൂട്ടര് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ വന്ന ആഭരണം ഇല്ലാന്നുണ്ടെങ്കിൽ വിശ്വാസിയാണോ എന്നാ ചോദിക്കുന്നത്, ബിലീവറാണോ എന്നാ ചോദിക്കുന്നത്. ഏത് ഗ്രൂപ്പാണെന്നൊന്നും ചോദിക്കുന്നില്ല, വിശ്വാസിയാണ്. കാര്യം അവരവരെ തന്നെ വിശ്വാസി എന്നവർ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ ഈ ബേസിക് കാര്യങ്ങളിൽ വളരെ ക്ലിയർ ആയിരിക്കണം. ഇവിടെ നമ്മളല്ലാത്ത ഒരു കാര്യം നമ്മളാണെന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതാകാനായിട്ട് ശ്രമിക്കത്തില്ല. കാരണം
നമ്മളതാണെന്ന് ഓൾറെഡി വിശ്വസിച്ചിരിക്കുന്നു. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞതെന്ന്? ഒന്നുകൂടെ പറയാം. അതായത് നമ്മളല്ലാത്ത ഒരു കാര്യം നമ്മളാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമ്മളെ വരുത്തി തീർത്ത് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ അതാകാനായിട്ട് ശ്രമിക്കത്തില്ല. കാരണം നമ്മൾ അത് ഓൾറെഡി ആണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുക. ഇപ്പൊ ഇച്ചിരൂടെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഞാനതിന് ഇച്ചിരൂടെ വിശദീകരിക്കാം. അതായത് നമ്മളൊരു വിശ്വാസി അല്ലാതിരിക്കെ നമ്മളൊരു വിശ്വാസി ആണെന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വിശ്വാസി ആകാനായിട്ട് ശ്രമിക്കത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു വിശ്വാസി ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇന്ന് ക്രിസ്ത്യൻഡത്തിന് പറ്റിയിരിക്കുന്ന തെറ്റിതാണ്. ഇത് സാത്താന്റെ ഒരു വലിയ തന്ത്രമാണ്. ഇന്ന് നിങ്ങൾ വിശ്വാസി സമൂഹം എന്ന് പറയുന്ന ഈ ജനത്തോട് വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഡെഫിനിഷൻ അല്ല ആക്ച്വലി വിശ്വാസിയുടെ ഡെഫിനിഷൻ. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഇന്നത്തെ ശരിക്കും പൗലോസ് അപ്പോസ്തലന്റെ ഈ ഉപദേശത്തിൽ കൂടി പറയുന്ന വിശ്വാസി എന്ന് പറയുന്ന അതിന്റെ നിർവചനം. ഈ കാലഘട്ടത്തിൽ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. യേശു ലോകത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നു, യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നു, കർത്താവ് ക്രൂശിൽ മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും സ്വർഗാരോഹണം ചെയ്തെന്നും വീണ്ടും വരുമെന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഈ കാലഘട്ടത്തിലെ വിശ്വാസി. അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ഒരു പ്രത്യേകതയും ഉണ്ടാകത്തില്ല. നിങ്ങൾ കാഹളം ധ്വനിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകും. കാര്യം യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടോ, കർത്താവ് ഇവിടെ വന്നെന്ന് വിശ്വസിക്കുന്നുണ്ടോ, ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, പോയതെന്നോ വന്നെന്നോ ഒക്കെ ഇതെല്ലാം ഒരു ഫാക്റ്റാണ്. ഇതുകൊണ്ടൊന്നും ഒരു വിശ്വാസി ആകത്തില്ല. ഇവിടെ വളരെ ക്ലിയർ ആണ്. സാത്താനായ എഡ്ജ് കറക്റ്റ് ആ സ്ഥാനത്താണ് നമ്മളെ തെറ്റിച്ച് വഴിതിരിച്ചു വിടുന്നത്. ലാസ്റ്റ് വരെ അവൻ പിടിക്കും. ഒത്തിരി പേരെ ഇന്ന് തെറ്റിച്ചു വിട്ടിരിക്കുന്നത് യേശു ദൈവമാണ്, യേശു ക്രിസ്തുവാണ്, യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പൊന്നു സഹോദര, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് താങ്കൾക്ക് ഒരു ഗുണവും വരത്തില്ല. അതല്ല ഇന്നത്തെ സുവിശേഷം, അതല്ല ഇന്നത്തെ വിശ്വാസിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വിശ്വാസി എന്ന് താങ്കളെ വിളിക്കാൻ കഴിയത്തില്ല. നാം ആദാമ്യ പാപത്തിൽ അകപ്പെട്ടിരുന്നു. നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. പരിശുദ്ധനായ ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഒരു ഏഞ്ചലായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വേറൊരു ഒരു തലത്തിലല്ല, ഒരു റലമല്ല ദൈവം സ്വീകരിച്ചത്. മനുഷ്യനായിട്ട്, ദൂതന്മാരെക്കാൾ അല്പം കൂടെ താഴ്ച വന്നവനായി മനുഷ്യനായിട്ട് വന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 അധ്യായങ്ങളൊക്കെ വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 2-14-15 ഞാൻ അത് റെഫറൻസ് എടുക്കുന്നില്ല, പറഞ്ഞങ്ങ് പോവാം. എന്തുകൊണ്ടാ കർത്താവ് മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നതിന്റെ കാര്യം, മക്കൾ ജഡരക്തങ്ങൾ ഉള്ളവരാകിയാൽ, ലെറ്റ് മീ പ്രൊജക്ട് ദാറ്റ് വേർഡ്സ്. മക്കൾ ജഡരക്തങ്ങൾ ഉള്ളവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഇത് കണ്ടില്ല ഇവിടെ പറയുന്നത് 14-15 ഈ വാക്യത്തിൽ പറയുന്നത്. ഇത് കണ്ടോ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ, ഞാനും നിങ്ങളും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. കർത്താവ് ഇതുകൊണ്ടാണ് മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നത്. ഞാനും നിങ്ങളും മക്കൾ ജഡരക്തങ്ങളുള്ളവരാകിയാൽ ഈ ലോകത്തിലേക്ക് വന്ന് എന്റെയും നിങ്ങളുടെയും പാപം തൻ്റെ തോളിലേറ്റി. കാര്യം നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് നമ്മൾ മരിക്കണം. മരണം എന്ന് പറഞ്ഞ ഈ ശരീരത്തെ വിട്ട് മാറുന്നതല്ല. രണ്ടാം മരണം നിത്യം നരകാഗ്നിയിലേക്ക് പോവുക. അവിടുന്ന് പിന്നെ ഒരു തിരിച്ചുവരവില്ല, നിത്യമാണ്. അവിടേക്ക് പോകേണ്ടിയിരുന്ന നമ്മളെ നമ്മുടെ പാപങ്ങളെ തൻ്റെ തോളിലേറ്റി അതിനൊരു പ്രായശ്ചിത്ത യാഗം ദൈവം ചെയ്തിരിക്കുക. ഒരു പ്രോപ്പിച്ചിയേഷൻ ഡെത്ത്, ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകാൻ പറയാം. ഒരു മറുവിലയാഗം, നമുക്ക് പകരം ഒരു റാൻസം ആയിട്ട്, ഒരു മറുവിലയായിട്ട് ദൈവം അതിനൊരു പരിഹാരം വരുത്തിയിരിക്കുക. ആ പരിഹാരം പോലെ ഞാനും കയറി ചെയ്യണ്ട. ആ ദൈവം വരുത്തിയിരിക്കുന്ന പരിഹാരത്തിൽ ഞാൻ വിശ്വസിച്ചാൽ മതി. ഞാൻ അങ്ങനെ ഒരു പരിഹാരം ചെയ്താലും അതിന് പരിഹാരമാകത്തില്ല. കാര്യം എൻ്റെ രക്തം പരിശുദ്ധ രക്തമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ആത്മാവിനാൽ ഉരുവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പരിശുദ്ധ രക്തം അതിന് മറുവിലയായി കൊടുത്തിരിക്കുക. ആ പരമയാഗത്തിലെ വിശ്വാസത്താൽ നാം ശുദ്ധരായി തീരുക.
അതിൽ ആഴമായിട്ട് വിശ്വസിക്കുന്ന നാം പിന്നെ പാപത്തിൽ നിന്ന് വിമുക്തരായിരിക്കുക. നമ്മെ ചേർപ്പാൻ നമ്മുടെ വാഗ്ദത്ത പദ്ധതിയിലേക്ക് നമ്മൾ ചേർക്കപ്പെടുക, നാം നിത്യതയിലേക്ക് ചേർക്കപ്പെടുക. ഇതാണ് വിശ്വാസി എന്ന് പറയുന്നത്. ഇത് മാത്രമാണ് കൃപായുഗത്തിലെ വിശ്വാസി. ഇവിടെ യേശു ക്രിസ്തു ആണെന്ന് വിശ്വസിച്ചിട്ടോ, യേശു ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ടോ, പോയെന്ന് പറഞ്ഞിട്ടോ, മരിച്ചെന്ന് പറഞ്ഞിട്ടോ, അതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. അതൊരു നേരിയ വ്യത്യാസം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല. വേറെ ഒന്നും ഈ ക്രൂശിന്റെ മഹത്വം പിന്നെ കവരത്തില്ല. ആ ക്രൂശിൽ കൂടെ നിറവേറിയ ആ പദ്ധതിയുടെ മഹത്വം പൂർണ്ണമായിട്ടും ആ ക്രൂശിന് ലഭിക്കും. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചത്, ലെറ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്ട്. ആ ക്രൂശിന്റെ മഹത്വം മറ്റൊന്നും കവരാതിരിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കൃപായുഗം നടക്കുന്നതിന് മുൻപ്, അതായത് പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, ആ കാൽവറി യാഗത്തിന്റെയും ആ കാൽവറിയിലൂടെ ഒഴുകിയ രക്തത്തിന്റെയും വില എന്താണെന്ന് ലോകത്തിന് മനസ്സിലാകുന്നത് വരെ, ആ ഗ്ലോറി ഓഫ് ദ ക്രോസ്, ആ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുന്നത് വരെ ഇത് ലോകത്തിന് മറവായിരുന്നു. ഇത് ലോകത്തിന് അറിവില്ലായിരുന്നു. ഇങ്ങനൊരു കൃപാ യുഗം അല്ലെന്നുണ്ടെങ്കിൽ ആ കാൽവറി ക്രൂശിലൂടെയുള്ള പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി. വിശ്വാസം എന്നൊക്കെ പറയുമ്പം വിശ്വാസ പ്രമാണം എന്തോ വായിക്കുവോ ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയുമെന്നല്ല കേട്ടോ. പരിപൂർണമായിട്ട് ആഴമായിട്ട് അതിൽ വിശ്വസിക്കുക, അതിൽ സമർപ്പിക്കുക. അതൊരു വിശ്വാസമല്ല, അതൊരു ട്രസ്റ്റാണ്. ഇവിടെ നമ്മൾ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നൊന്നും വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിന്റെ ആന്റിബയോട്ടിക് അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ മരുന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ആ മെഡിസിൻ നമ്മൾ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനമില്ല. ആ വീട്ടിൽ അത് ഇരുന്നുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ കോവിഡ് വന്ന് ചത്തുപോകും. ആ മരുന്ന് ഒരു സിറിഞ്ചിലാക്കി നമ്മുടെ ബ്ലഡിൽ, നമ്മുടെ ശരീരത്തിൽ അത് ഇഞ്ചക്ട് ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് കയറി ആ മരുന്ന് നമ്മുടെ ബ്ലഡുമായിട്ട് ഫ്യൂസ്ഡ് ആയി നമ്മുടെ ആ ശരീരത്തിൽ ആ ആന്റിബോഡി ഡെവലപ്പ് ആയി കഴിയുമ്പോഴാണ് ഈ കോവിഡിൽ നിന്ന് നമുക്കൊരു വിമുക്തി ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനെതിരായിട്ട് ചെറുത്തു നിൽക്കാനുള്ള ആ ഒരു ശക്തി ലഭിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ലോകത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് പോയെന്നോ, ഇവിടെ മരിച്ചെന്നോ, ഇവിടുന്ന് പോയെന്നോ, വീണ്ടും വരുമെന്നോ, ഇതൊന്നും ഈ ആന്റിവൈറസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മെഡിസിൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നതിന് തുല്യമാണ്. ഇത് നിങ്ങളുടെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്ത് നിങ്ങളുടെ ബ്ലഡിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ആ ഡൈനിങ് ടേബിളിൽ ആ മെഡിസിൻ ഇരിക്കുന്നത് കൊണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ക്രിസ്ത്യൻഡത്തിന് അറിയാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ആണെന്നുള്ളൂ. അത് ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്കൾ വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാഹളം ധ്വനിക്കുമ്പോൾ താങ്കൾ ഇവിടെ നിന്നു പോകും. എന്നാൽ ഇവിടെ ഒരു കാര്യം വിസ്മരിക്കരുത്. കൃപായുഗം തുറക്കുന്നതിന് മുൻപ് കർത്താവിന്റെ ആ ലോകത്തിലെ ശുശ്രൂഷ കാലത്ത്, അതിന് ശേഷമുള്ള ചില ദിനങ്ങളിലും ന്യായപ്രമാണത്തിന്റെ അവസാന നാളുകൾ, അതെല്ലാം ബ്ലെസ്സഡ് ദിനങ്ങളാണ്. 1000 ആണ്ടിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള, സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ദിനങ്ങളാണ്. ഈ സമയത്തൊന്നും ഈ ക്രൂശിൽ കൂടെയുള്ള രക്ഷാ പദ്ധതി വെളിപ്പെട്ടിട്ടില്ല. ഈ 12 അപ്പോസ്തലന്മാർക്കും ഇത് വെളിപ്പെട്ടിട്ടില്ല. ക്രൂശിൽ കൂടെ ഇതുപോലൊരു സംഗതി തുറക്കാൻ പോകുന്നു അവർക്ക് അറിയത്തില്ല. പത്രോസ് അപ്പോസ്തലന് അതിന്റെ തലേ ദിവസം ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് കർത്താവ് പറയുക, ഞാൻ യെരുശലേമിലേക്ക് പോവുക, നമ്മൾ യെരുശലേമിലേക്ക് പോകുന്ന അവരെന്നെ പിടിക്കും, കൊല്ലും, തുപ്പും, അടിക്കും, ക്രൂശിക്കും. പത്രോസ് അപ്പോസ്തലൻ അതിന്റെ തലേ രാത്രി കൂടെ അറിയത്തില്ല കർത്താവ് മരിക്കുമെന്നും, മരിച്ചാൽ എന്ത് നടക്കുമെന്നും, എങ്ങനെ മരിക്കുമെന്നും, മരിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് നിനക്ക് അങ്ങനെ സംഭവിക്കില്ലേ, ഗുരു നിനക്ക് അങ്ങനെ സംഭവിക്കില്ലേ എന്ന് പറയുമ്പോൾ കർത്താവ് പിശാചെ എന്നെ വിട്ടു പോകുന്നു പറയാൻ കാര്യമാണ്. അദ്ദേഹത്തിന് അന്ന് അറിയത്തില്ല, ആ ക്രൂശിക്കുന്ന ദിവസം അറിയത്തില്ല, അതിന്റെ തലേ ദിവസം തലേ കൈ വെച്ച് പ്രാകുക, എനിക്ക് അവനെ അറിയത്തോലും ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം അറിയത്തില്ല, ക്രൂശിന്റെ ചുവട്ടി വന്നിട്ടില്ല, ക്രൂശിച്ച് കഴിഞ്ഞ് അടക്കി കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റൊന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് വിശ്വാസമായിട്ടില്ല. മറിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പോലും ഓടി വന്ന് ഇറങ്ങി ഈ കല്ലറയ്ക്കൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പത്രോസിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിശ്വാസം വരുന്നത് തന്നെ. വിശ്വാസം വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. കാര്യം അവർക്ക് അതിന്റെ മഹത്വം എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് അതിന്റെ പ്രത്യേകത അറിയത്തില്ല. പണ്ട് കളഞ്ഞ വല എവിടെ ആയിരുന്നു പുള്ളി തപ്പുക. ആ വലയും തപ്പിയെടുത്ത് വള്ളവും തപ്പിയെടുത്തിട്ട് അന്ന് തിബരിയാസിൽ മീൻ പിടിക്കാൻ പോകും.
ഭയങ്കര അർജന്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഈ സമയത്ത്. അവിടെ കർത്താവ് പുറകെ ചെല്ലുക. അന്നേരവും അവർക്ക് അറിയത്തില്ല. പത്രോസിനോട് പല ആവർത്തി 3 പ്രാവശ്യം ചോദിക്കുക, പത്രോസെ, ശിമോനെ, ഇവയിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. അന്നേരം കൂടെ പത്രോസിന് എന്തിനാ കർത്താവ് ഈ ചോദിക്കുന്നതെന്നേ അറിയത്തില്ല. എനിക്ക് കർത്താവിനെ അറിയാം, കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഫൈൻ. അതിൻ്റെ അപ്പുറത്ത് ഈ ക്രൂശിലൂടെ എന്ത് നടക്കുന്നു എന്നോ അല്ലെ ക്രൂശിന്റെ മഹത്വം എന്താണെന്നൊന്നും പ്രസംഗിക്കേണ്ട വിഷയത്തെക്കുറിച്ച് അറിയത്തില്ല. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ആത്മാവ് അവരുടെ മേൽ വന്നതിന് ശേഷം കർത്താവ് അവരെ സ്പെസിഫിക്കലി 12 പേരോട് അവർക്ക് ഈ തിരുവചനങ്ങളെ, തിരുവെഴുത്തുകളെ തെളിവായിട്ട് മനസ്സിലാക്കുവാൻ അവരുടെ കണ്ണുകളെ ദൈവം തുറക്കുക. അതിനുശേഷമാണ് അവർക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ശരിക്കും മനസ്സിലാകുവാനും തുടങ്ങുന്നത്. പരിശുദ്ധ ആത്മാവിനെ അവരുടെ മേൽ പകരുക. പെന്തക്കോസ്ത് നാളിലൊക്കെ ആ ശക്തി അവരുടെ മേൽ വന്നു കഴിയുമ്പോഴത്തേന് അവർ പത്രോസ് അപ്പോസ്തലനൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടില്ല. മറ്റേ ഒരു വേലക്കാരിയുടെ മുന്നിൽ തന്നെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാഗിയ ആളാണ്. ഇവിടെ മഹാപുരോഹിതനും സദൂക്യരും പടനായകന്മാരൊക്കെ നിൽക്കുക, ആയിരക്കണക്കിന് ജനം നിൽക്കുക. അവരുടെ മുന്നിൽ എഴുന്നേറ്റ് പറയുന്നുണ്ടോ, നിങ്ങൾ ക്രൂശിച്ചവനായ ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. ആ ധൈര്യം വന്നു കണ്ടില്ലയോ? സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുവോളം. ഈ സമയത്ത് എന്റെ പോയിന്റ് തന്നെ, ഈ സമയത്തൊന്നും ഇവർക്ക് കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ആ രക്ഷണീയ പ്രവൃത്തിയോ ആ ക്രൂശിന്റെ ഇതൊന്നും കർത്താവ് അവരെ പഠിപ്പിച്ചിട്ടില്ല. കർത്താവിന്റെ 3.5 കാലത്തെ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഉള്ള ആ ഒരു ടോപ്പിക്കിൽ കർത്താവ് മരിക്കുമെന്നോ, കർത്താവിന്റെ രക്തത്തിൽ കൂടെ മുന്നേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നുവെന്നോ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നുവെന്നോ, ഈ വിഷയങ്ങളൊന്നും അവർക്ക് അന്നും അറിയത്തില്ല. അതിനുശേഷം ഏതാനും വർഷങ്ങളും അവർക്ക് അത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യ കാലങ്ങളിൽ അവരിത് പ്രസംഗിച്ചിട്ടില്ല. പെന്തക്കോസ്ത് നാളിലും അവർ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. അവരുടെ സുവിശേഷം അതാ, യേശു തന്നെ ക്രിസ്തു, നിങ്ങൾ കൊന്നുകളഞ്ഞവനായ യേശുവാണ് നാം ഇത്രയും നാളും കാത്തിരുന്ന മശിഹ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു, അങ്ങനെ അവനെ അയച്ചു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇതാണ് അവിടുത്തെ സബ്ജക്ട്. ഇതൊന്നും വിശ്വാസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വിശ്വാസികളാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ പറഞ്ഞിരിക്കുന്ന ആ വിശ്വാസി എന്ന ഡെഫിനിഷനിലല്ല ഈ കാര്യങ്ങൾ വരുന്നത്. അന്ന് അവർക്ക് വിശ്വസിക്കേണ്ടുന്നത് യേശു തന്നെ ക്രിസ്തു എന്നുള്ള വിശ്വാസമാണ്. ന്യായപ്രമാണത്തിൽ അവരോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും ഉണ്ട്, അതൊക്കെ പാലിക്കണം. കർത്താവ് അത് തന്നെയാ പറഞ്ഞത്. അനേകർ വന്നു കഴിഞ്ഞപ്പോൾ ആ ധനവാനായ ചെറുപ്പക്കാരനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നീ പോയി മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുക. അവർക്ക് ആ കാലഘട്ടത്തിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർ വിശ്വസിക്കേണ്ട വിഷയം വേറെയാ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്ത് വിശ്വസിക്കുന്ന? കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്തിൽ വിശ്വസിക്കണം? അവർ വിശ്വസിക്കേണ്ട യേശു തന്നെ ക്രിസ്തു, യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ഇന്ന് അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ഒരു കാലമല്ല ഇത്. അത് യഹൂദനോട് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ അതിന്റെ അടുത്ത ഒരു തലം നമുക്ക് റിവീൽഡ് ആയി കിട്ടി. അതാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം റിവീൽഡ് ആക്കിയത്, ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത്. അതിനെയാണ് കൃപായുഗം, ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വിശ്വാസി എന്ന് പറയുന്നത് യേശു തന്നെ ക്രിസ്തു എന്നുള്ള വിശ്വാസം കൊണ്ട് ഒരു ഗുണവുമില്ല. ഇവിടെ ഈ കാലഘട്ടത്തിലെ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാപം, ഞാൻ ജാതിയായിട്ട് വെള്ളപ്പൊക്കം നോഹയുടെ കാലത്ത് വന്നതുപോലെ ഒരു എന്താ പറയുന്ന ഒരു കംപ്ലീറ്റ് ജനത്തെ നശിപ്പിച്ച് കളയാവുന്ന രീതിയിൽ ഒരുത്തൻ പോലും രക്ഷയ്ക്ക് യോഗ്യരായില്ലായിരുന്ന കാലത്ത് എന്റെ പാപത്തിന് വേണ്ടി കർത്താവ് എന്റെ പാപത്തിന് പകരമായി ആ പാപം തന്റെ തോളിൽ ഏറ്റുകൊണ്ട് ഒരു പ്രായശ്ചിത്ത യാഗമായിരിക്കുക. യേശു ക്രിസ്തു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. എ പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത് ആണ്. ആ യാഗത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്നുള്ളത്, അതിന്റെ കാൽച്ചുവട്ടിൽ, ആ ക്രൂശിന്റെ കാൽച്ചുവട്ടിൽ ഞാൻ വീഴുന്നു എന്നുള്ളത്, ആ ക്രൂശിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളത്, ആ ക്രൂശിൽ ഞാൻ പ്രശംസിക്കുന്നു എന്നുള്ളത്. അതാണ് നമ്മുടെ സുവിശേഷം. അതാണ് വിശ്വാസി എന്ന് പറയുന്നത്. ആ വിശ്വാസത്താൽ നാം വീണ്ടെടുക്കപ്പെടുക. ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഓർഡിനൻസും ബാക്കിയില്ല.
ഒരു ഓർഡിനൻസസും നിങ്ങൾ നിറവേറ്റേണ്ടതായിട്ടില്ല. ഒരു ഓർഡിനൻസസും പിന്നെ രക്ഷയ്ക്കായിട്ട് ആവശ്യമില്ല. അങ്ങനെ ഒരു ഓർഡിനൻസ് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ക്രൂശിനെ നിർത്തി കളിയാക്കുന്നതിന് തുല്യമാണ്. കർത്താവിന്റെ മരണത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇന്നത്തെ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. ഇന്നത്തെ വിശ്വാസി യേശു ദൈവമാണെന്നോ വിശ്വസിച്ചിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ രക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസം അതല്ല ശരിക്കും ഇന്നത്തെ വിശ്വാസം. പോൾ പറയുന്ന വിശ്വാസി അതല്ല. ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് അത് 99% മനസ്സിലായിട്ടില്ല. നമ്മൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഈ വിശ്വാസം അവരുടെ ബ്ലഡിൽ അലിഞ്ഞിരിക്കുക. ക്യാൻസർ ബാധിക്കുന്നവർ, ഒരു ക്യാൻസർ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സ്ലോലി അടുത്തടുത്തോട്ട് വ്യാപിക്കും. നിമിഷങ്ങൾക്കിടയിൽ, ദിവസങ്ങൾക്കിടയിൽ വ്യാപിച്ചു ദേഹം മുഴുവനും ക്യാൻസറസ് സെല്ല് കൊണ്ട് നിറയും. അർബുദം ബാധിക്കുന്നത് അങ്ങനെ. ഈ അർബുദം മാതിരി ഈ തെറ്റ് ക്രിസ്ത്യാനിറ്റിയിൽ വ്യാപിച്ചു പോയി. ഇനി എവിടെയെങ്കിലും ഒരു ഇച്ചിരി എടുത്ത് ലേസർ അടിച്ചാലോ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലോ അതങ്ങ് പോകുന്നേ ഉള്ളൂ. പക്ഷെ ഉണ്ടെങ്കിൽ പിന്നെയും അത് ആ കോർ യൂണിറ്റ് മുഴുവനും ആ അർബുദത്തിൽ ബാധിച്ചിരിക്കുക. ഇതേ സംഭവമാണ് ഇത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സത്യം എന്താണെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് ക്രിസ്ത്യൻഡം ഡെവലപ്പ് ആയിരിക്കും. കർത്താവിന്റെ ക്രൂശിലൂടെ നിവൃത്തിയായ രക്ഷാ പദ്ധതി എന്താണെന്നുള്ളതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതിന് മഹത്വം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അതിന്റെ മഹത്വമൊക്കെ വഴിയിൽ നിന്ന് പലതും കവർന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ കാൽവറി യാഗം, അതിൽ അടിയുറച്ച് അചഞ്ചലമായി വിശ്വസിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിലും പ്രകാരം മരിച്ചു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. റോമ ലേഖനത്തിലെയും മറ്റ് പൊളൈൻ എപ്പിസ്റ്റൽസിലെയും ഒക്കെ വിശ്വാസി എന്നിവിടെ എല്ലാം പ്രതിപാദിക്കുന്ന ഈ വിശ്വാസി യേശു ക്രിസ്തുവാണെന്നോ ജലസ്നാനത്തിൽ കൂടി നിങ്ങൾ രക്ഷിക്കപ്പെടുന്നുവെന്നോ നിങ്ങളുടെ പാപം മോചിക്കുന്നുവെന്നോ ഒന്നും പറയുന്നതല്ല ക്രിസ്ത്യാനിറ്റി. ഇവിടെ ഈ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? അതിനെയാണ് കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്നാൽ ഞങ്ങളുടെ സുവിശേഷം, ഇതെല്ലാവർക്കും അറിയാവുന്ന സുവിശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വെരി സിമ്പിൾ കാര്യമായത്. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നു. ഈ സത്യം ഉൾക്കൊള്ളുവാനും ഇതിനെ വാസ്തവമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ലെങ്കിൽ എന്താ പറയുന്നത്? നിങ്ങൾ കൈവിടപ്പെട്ടു പോകാനുള്ളവരാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അന്നേരം നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താ ഞാൻ പോകാഞ്ഞത്, കർത്താവേ എന്നെ ചേർത്തില്ലല്ലോ, എന്റെ ഗതി ഇതായി പോയല്ലോ, ഒരു പ്രയോജനവുമില്ല സഹോദരി. നിങ്ങൾ ട്രഡീഷനിൽ എന്ത് പഠിച്ചോ ട്രഡീഷൻ മുഴുവൻ തെറ്റിച്ച് കളഞ്ഞിരിക്കുക. നിങ്ങളെ സാത്താൻ ഒന്ന് ട്രഡീഷനിൽ കൂടെ 100% മുതലെടുത്തിരിക്കുക. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞ സാത്താൻ ക്രൂശിച്ചു പോയി. അവന് വേറെ വഴിയില്ല. ഇനിയും ആ ക്രൂശിലൂടെയുള്ള രക്ഷ ലോകം അറിയാതിരിക്കാൻ അവന് ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോയി നമ്മളെ പൂട്ടിയിരിക്കുക. അത് ഈ കാലത്തിലെങ്കിലും മനസ്സിലാക്കാനാണ് നമ്മൾ ഈ തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയാം: ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം, അതാരാ? സാത്താന്റെ അധീനതയിലായി ഈ ലോകം. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുക. അവൻ കർത്താവിനോട് പറയാം: ഇത് മുഴുവനും എന്റേതാ, ഇതിന്റെ മഹത്വം മുഴുവൻ കാണിച്ചിട്ട് പറയും, ഇത് മുഴുവൻ എന്റേതാ, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇത് നിനക്ക് തരാം എന്ന് പറഞ്ഞ ആ സാത്താൻ അതേ ഓഫർ ഇന്ന് ലോകത്തിലുള്ള സകല ആൾക്കാർക്കും കൊടുത്തേക്കുക. അവനെ വീണ് നമസ്കരിച്ച് ഒരു ക്രിസ്ത്യാനി എന്നുള്ളൊരു ലേബലൊക്കെ ഒട്ടിച്ച് നമ്മൾ അങ്ങനെ നടക്കുകയാണ്. ഒരു ദിവസം നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകും. ഒരു ദിവസം കർത്താവിന്റെ കാഹളം ധ്വനിക്കും. നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങുമെന്ന് ഒരുത്തർക്കും അറിയത്തില്ലായിരുന്നു. 99.9% ആൾക്കാർ നോഹയ്ക്ക് വട്ടാണെന്നാ പറഞ്ഞത്.
പക്ഷെ വെള്ളം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി. എന്നിട്ട് അതിന്റെ ഗുണമുണ്ടായി. എന്നിട്ടും ബോട്ടിൽ കയറത്തില്ല, വീടിന്റെ മേലെ കയറത്തേ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ മരത്തിന്റെ മേലെ കയറത്തേ ഉള്ളൂ. ബോട്ടിൽ കയറാൻ എന്നാലും താല്പര്യമില്ല. പക്ഷെ അവർക്ക് കയറാൻ പറ്റത്തില്ല. അതിന് മുമ്പായിട്ട് തന്നെ ബോട്ടിന്റെ വാതിൽ ദൈവം തന്നെ അടച്ചു. നോഹയുടെ ഇരുന്നാൽ നോഹ ആരെയും ഒക്കെ വലിച്ചു കയറ്റിയനെ. അതുകൊണ്ട് നോഹ അകത്ത് കയറ്റിയിട്ട് ദൈവം തന്നെ അതിന്റെ വാതിൽ പൂട്ടിയെന്നാ പറയുന്നത്. ഇവിടെ ഒരു മനുഷ്യർക്കും രക്ഷയില്ല. സ്ത്രീകളാകട്ടെ, ഗർഭിണികളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, വികലാംഗരാകട്ടെ, ഡസൻ മേക്ക് എനി ഡിഫറൻസ്. വൈപ്പ് ഓഫ് ആയി പോവും. ഒരു മനുഷ്യർക്കും അവിടെ ഒരു കരുണയും കിട്ടത്തില്ല. കരുണാകാലം ഇതാ. ഒരു നിമിഷത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന കരുണാകാലമായി. ഇതാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. നമ്മളിവിടെ ഞാൻ നിങ്ങൾക്ക് അത് വാമപ്പിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കേണ്ടുന്ന ദൈവസ്നേഹവും നമ്മുടെ അടിസ്ഥാന പ്രമാണവുമായത്. നിങ്ങൾ ലോകത്തിൽ ജനിച്ചിട്ട് വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഇതറിഞ്ഞാൽ നിങ്ങൾ നിത്യതയിൽ ചെന്ന് ചേരും. ലോകം മുഴുവൻ അറിഞ്ഞാലും നിങ്ങൾക്ക് ഈ വിഷയം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിത്യം നരകാഗ്നിയിൽ നിങ്ങൾ നിത്യം ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ഞാനിങ്ങനെ കട്ടിയായിട്ട് പറയുന്നതുകൊണ്ട് ചിലർക്കൊക്കെ എന്നോട് പ്രയാസമുണ്ട്. ഇറ്റ്സ് ഓക്കെ. പ്രയാസപ്പെടുന്നതുകൊണ്ട് എനിക്ക് വിരോധമല്ല. 10 പേര് കുറയുമായിരിക്കും, ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. 10 പേരെ കൂടുതൽ ഞാൻ കൊണ്ടുവന്നേക്കാവുന്നൊന്നും എനിക്ക് ഒരു കരാറുമില്ല ദൈവവുമായിട്ട്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശ് ലോകത്ത് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ ആര് രക്ഷിക്കപ്പെടണം, ആര് രക്ഷിക്കപ്പെടണ്ട എന്നൊക്കെ ഉള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഞാൻ ആൾക്കാരെ ചട്ടം കൂട്ടി ഒരു 10-200 പേരെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം പറയാനാ, പ്രസംഗിക്കാനാ, ലോകത്തെ അറിയിക്കാനാ. ആര് രക്ഷിക്കപ്പെടണം, ആര് രക്ഷിക്കപ്പെടത്തില്ല, എത്ര പേര് വരും, എത്ര പേര് വരത്തില്ല എന്നുള്ളതൊന്നും എന്റെ ബിസിനസ്സേ അല്ല. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ കഴുത്തിൽ ജീവനുള്ള കാലത്തോളം കർത്താവിന്റെ ക്രൂശ് ഞാൻ പ്രസംഗിക്കും. അതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ റോമാലേഖനത്തിന്റെ പഠനത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. 13-ാമത്തെ അധ്യായം. ഏത് മനുഷ്യരും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ പഠിച്ചത്. ഒരു രാഷ്ട്രത്തോട്, അതിലെ നിയമങ്ങളോട് നാം അതിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്ന നിലയിൽ എങ്ങനെ വർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. 13-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു. അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 5-ാം വാക്യമൊക്കെ പറയുന്നത് ശിക്ഷയെ വിചാരിച്ചു മാത്രമല്ല, മനസാക്ഷിയെ വിചാരിച്ചും കീഴടങ്ങാനാ പറയുന്നത്. നമ്മളെ അവരെ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചു മാത്രം അവർക്ക് കീഴടങ്ങിയിരിക്കാനല്ല, മനസാക്ഷി. ശരിക്കും നമ്മുടെ മനസാക്ഷി വളരെ ഇമ്പോർട്ടന്റ് ആയി ഈ ഒരു കാലഘട്ടത്തിൽ. കൃപായുഗത്തിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നമ്മുടെ മനസാക്ഷി വളരെ ഇമ്പോർട്ടന്റ്. മനസാക്ഷിയെ വിചാരിച്ച് നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരിപ്പീൻ, ഈ ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിപ്പീൻ, എല്ലാം ദൈവത്താൽ നിറവേറുന്നു. അതുകൊണ്ട് അതിനെ ശിക്ഷ വിചാരിച്ചു മാത്രമല്ല, മനസാക്ഷിയെ വിചാരിച്ചു. മനസാക്ഷി എന്ന് പറയുന്നത് പല കാര്യങ്ങളുടെയും അന്തിമ തീരുമാനം എടുക്കേണ്ടത് മനസാക്ഷിയാണ്. ഇവിടെ നമുക്ക് എന്താണ് ഈ 14-ാമത്തെ അധ്യായം 15-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ പഠിക്കാൻ വരുന്നത് നമ്മുടെ കോൺഗ്രിഗേഷൻസ്, നമ്മുടെ കൂട്ടായ്മകൾ, അവിടേക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്പ്യൂട്ടുകൾ, അവിടേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളോടുള്ള ബന്ധത്തിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം. ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു തർക്ക വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് പോലീസ് സ്റ്റേഷനിൽ പോകല്ല ചെയ്യേണ്ടത്, അതിനെ ദൈവവചന പ്രകാരം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് മനസാക്ഷി വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോസ്തല പ്രവൃത്തികൾ ഞാൻ ഇത്തിരി റെഫറൻസുകൾ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാം. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 24 അതിന്റെ 16-ാമത്തെ വാക്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി. ആ ഒരു മനസാക്ഷി നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി നാം കാത്തു സൂക്ഷിക്കണം. 1 തിമോഥെയോസ് 1-ന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നല്ല മനസാക്ഷി, ശുദ്ധ ഹൃദയം, നിർവ്യാജ വിശ്വാസം. ഇവിടെ എല്ലാം മനസാക്ഷിക്കുള്ള പങ്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ റെഫറൻസ് ഒക്കെ പറയുന്നത്. 1 തിമോത്തി 1:19 നോക്കി കഴിഞ്ഞാൽ അവിടെ പറയുന്നത് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. 1 തിമോത്തിയോസ് 4:2-3 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം, സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി
തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണാം. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കരുത്. ഇവിടെ എല്ലാം ആ മനസാക്ഷിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 13-ാം അധ്യായത്തിൽ നമ്മൾ ഒരല്പം മിസ്സായി പോയൊരു ഭാഗമാണ്. എന്നാലും ഈ ഒരു കാര്യം മാത്രം ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് മുന്നോട്ട് മാറുക. 14-ാം അധ്യായത്തിലേക്ക് കടക്കുക. പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 14-ാം അധ്യായം, ഈ 14-15 അധ്യായങ്ങൾ when there are disagreements in the church എന്ന് പറയുമ്പോഴത്തേന് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ ഉപദേശങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നൊന്നും അല്ല കേട്ടോ. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് സാർവത്രികമാണ്, അത് യൂണിവേഴ്സൽ ആണ്. നമുക്ക് ഇപ്പം കോൺഗ്രിഗേഷൻസ് ലോക്കലി ഉണ്ട്, അവിടെ വിശ്വാസിയുണ്ട്, അവിശ്വാസിയുണ്ട്, അല്പവിശ്വാസിയുണ്ട്, അങ്ങനെയുള്ള ബലഹീന വിശ്വാസികളുണ്ട്. അവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സഭയിലും അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം, യൂണിറ്റി ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വിഷയമാണ് ഈ 14-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് നിങ്ങളെ ആ വിഷയത്തിലേക്ക് പ്രാരംഭമായിട്ടൊന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. 14-ാമത്തെ അധ്യായം, റോമാലേഖനം 14-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. അവിടെ എങ്ങനെയാണ് പറയുന്നത്? സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളുകയും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഓരോ ലൈനും ലൈൻ ബൈ ലൈനായിട്ട് തന്നെ മനസ്സിലാക്കി പോകണം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളുകയും. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ അത്രേ. അവൻ നിൽക്കുന്നു താനും, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒന്നുകൂടെ വായിക്കാം. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ഞാനിവിടെ ഒന്ന് നിർത്താം. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് കൃപ തരട്ടെ. ഈ അധ്യായത്തിലെ കീ വേഴ്സസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഇതിന്റെ കീ വേഴ്സസ് എന്ന് പറയുന്നത്. ഞാൻ അതൊന്ന് പ്രൊജക്ട് ചെയ്യാം. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സോറി, ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നില്ല. ഇത് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രമേ. കാര്യം നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുക. ഈ സംഗതികളൊന്നും നിങ്ങളെ ലേശം പോലും ഏശുന്നതല്ല. ഭക്ഷണവും പാനീയവും ഒന്നും അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. നമ്മളെ ദൈവം നിത്യതയിലാക്കി വെച്ചിരിക്കുക. എറ്റേണിറ്റി ലൈഫിലേക്ക് നമ്മൾ കടന്നിരിക്കുക, എറ്റേണൽ ലൈഫിലേക്ക് നമ്മൾ കടന്നിരിക്കുക. ഇതിന്റെ 18-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. അത് ക്രിസ്തുവിനെ സേവിക്കുന്നവനായിട്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിട്ട്, മനുഷ്യർക്ക് കൊള്ളാവുന്നവനായിട്ട് തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മീകമായിട്ട് വർധന ഉണ്ടാകാനും നമുക്ക് തമ്മിൽ സമാധാനം ഉണ്ടാകാനുള്ളതിനും ശ്രമിച്ചു കൊള്ളുക എന്ന് പറയുക. ഈ 14-ാം അധ്യായത്തിന്റെ കീ വേഴ്സസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ ബേസ് ചെയ്താണ് ബാക്കി കാര്യങ്ങളൊക്കെയും ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സഭയിൽ ബലഹീനനായ വിശ്വാസിയും പാരമ്പര്യ വിശ്വാസിയും എന്താ പറയുന്നത്, അല്പവിശ്വാസിയും ഒക്കെ ഉണ്ട്. അതിൽ സ്ട്രോങ് ബിലീവർ, വീക്ക് ബിലീവർ, അവരുടെ മേൽ ഈ വീക്ക് ബിലീവർ, അതായത് ബലഹീന വിശ്വാസിയുടെ മേൽ അധികാരം നടത്തുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അങ്ങനെ അധികാരം നടത്തരുത്. തനിക്ക് ശരിയെന്ന് തോന്നിയത് മറ്റൊരുത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവനവന്റെ മനസാക്ഷിയെ വിചാരിച്ച് സകലവും സ്നേഹത്തിലും സമാധാനത്തിലും ചെയ്യുവീനെന്ന് പറയുക.
ഞാൻ ഈ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചതിന്റെ അർത്ഥം അതാ. അവനവന്റെ മനസാക്ഷിയെ വിചാരിച്ച് സകലവും സ്നേഹത്തിലും സമാധാനത്തിലും ചെയ്യുക. ഇതിന്റെ 15-ാം അധ്യായത്തിൽ വന്നു കഴിയുമ്പോൾ അതിന്റെ 5-6 വാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഏകചിന്ത, തുല്യ മനസ്സ്, തുല്യ ചിത്തൻ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നമ്മള് സഭയിൽ ഭിന്നത ഉണ്ടാകരുത്. നമ്മുടെ ചർച്ചുകളിൽ, നമ്മുടെ ലോക്കൽ ചർച്ചുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഒരു ഡിവിഷൻ ഉണ്ടാകാൻ ഇടയാകരുത്. അതിനെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങളെ കൊണ്ടുപോകരുത്. വളരെ സ്ട്രെസ് ചെയ്യുന്ന പറയുന്ന കാര്യം അത് യൂണിറ്റി ഇൻ ലോക്കൽ കോൺഗ്രിഗേഷൻസ്, യൂണിറ്റി ഇൻ ദ ചർച്ച്. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. കർത്താവ് തന്നെ പറയുന്ന ഒരു റെഫറൻസ് ആണ്. കർത്താവ് പറയുന്ന റെഫറൻസ് ശ്രദ്ധിച്ച്, ഒരു ഭവനം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ പിന്നെ അതെങ്ങനെ നിലനിൽക്കും? ഒരു സഭയിൽ ചിദ്രിപ്പുണ്ടായി കഴിഞ്ഞാൽ മെയിൻ ലീഡറും അടുത്ത് നിൽക്കുന്ന ലീഡറുമായിട്ട് ചിദ്രിപ്പുണ്ടായി കഴിഞ്ഞാൽ 2 പിളർപ്പായിട്ട് മാറിപ്പോവുക. ജനം തമ്മിൽ ചേർത്ത് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ, ആ ഡിവിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും സാത്താന്റെ അധീനതയിലേക്ക് മാറാൻ, സാത്താന്റെ കയ്യിൽ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റിയറിംഗ് കൊടുക്കുന്ന മാതിരി ഇരിക്കും. അതുകൊണ്ട് എക്കാലത്തും ഡിവിഷൻ ഉണ്ടാകാൻ ഇടയാക്കരുത്. എന്നാൽ സാത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് സഭയിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ഗ്രേസ് ഗോസ്പലിൽ വന്നിട്ടുള്ളവരെ ഡിവൈഡ് ചെയ്ത് മാറ്റാനാണ് സാത്താൻ പിന്നീട് ശ്രമിക്കുന്നത്. കാര്യം നമ്മൾ ഈ സത്യം മനസ്സിലായി, നമ്മൾ ഈ സത്യപ്രകാരം ജീവിച്ചിരിക്കുക, നമുക്ക് നിത്യത ഉറപ്പായി. എന്നാൽ നമ്മളെ എത്രത്തോളം ദൈവം റിവാർഡുകളും നമുക്കുള്ള അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നൽകുമോ, അതിൽ നിന്നെങ്കിലും നമ്മളെ ഒഴിവാക്കാൻ, ദൈവവചനം നമ്മൾ പ്രഘോഷിക്കാതിരിക്കാൻ, നമുക്ക് ആ ഒരു പ്രാഗൽഭ്യം ഇല്ലാതെ നമ്മളെ നിന്ന് വീഴ്ത്തി കളയുവാൻ, സഭയെ ഡിവൈഡ് ചെയ്യാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും തൻ്റെ ശുശ്രൂഷയിൽ ഭയന്നിരുന്നത് അതാ. അടിയും കപ്പൽ ചെയ്തവും എന്തൊക്കെയാ പറയുന്നത്, ഒത്തിരിയും പ്രശ്നങ്ങൾ താൻ അനുഭവിക്കുമ്പോഴും പറയുന്നത്, എന്നാലും സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം. എന്തിനാ പോളിന് സഭയെക്കുറിച്ചുള്ള ചിന്താഭാരം? എന്ത് ചിന്താഭാരമാണ്? അവിടുത്തെ ചിന്താഭാരം മുഴുവനും അന്നുമുണ്ട് ഇതുപോലെ തർക്കുത്തരങ്ങളും വിശ്വാസത്തിൽ നിന്ന് വീണുപോവുകയും ഉപദേശത്തിൽ നിന്ന് മാറിപ്പോവുകയും ഡിറെയിൽഡ് ആയി പോവുക, അല്ലെന്നുണ്ടെങ്കിൽ ഭിന്നത ഉണ്ടാകുക, സഭയിൽ വിഷയങ്ങൾ ഉണ്ടാക്കുക, അത് പൊട്ടിപ്പോവുക, പല ഡിവിഷനുകളായിട്ട് മാറിപ്പോവുക. പോൾ ഏറ്റവും ഭയപ്പെട്ടിരുന്നതാണ് തെറ്റായ ഉപദേശങ്ങളെ പഠിപ്പിക്കുക, ദൈവവചനത്തെ കോട്ടി മാറ്റി വളച്ചൊടിച്ച് വേറെ വേറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. പ്രത്യേകിച്ച് ഗ്രേസ് ഗോസ്പൽ അല്ലെങ്കിൽ ഗ്രേസ് സർക്കിളിൽ വന്നതിന് ശേഷം ഒരാൾ അത് ആ രീതിയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും. രക്ഷിക്കപ്പെട്ടു വന്ന ദൈവജനത്തിനെ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലാത്തവർക്ക് അത് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും. കർത്താവിന്റെ ആ ക്രൂശിലെ അടുത്തവർ ആണി അടിക്കുന്നതിന് തുല്യമാണ്. അത്ര ഭയങ്കര തെറ്റാ ചെയ്യുന്നത്. അപ്പോൾ പോൾ പറയുന്നത്, ഇത്രയൊക്കെ പ്രശ്നമുള്ളപ്പോഴും എനിക്ക് സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമുണ്ട്. ഹല്ലേലൂയ. സഭയിൽ ഛിദ്രമുണ്ടാക്കരുത്. അത് എല്ലാ സഭകളിലും സാത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ 7 സഭകൾക്ക് വേണ്ടിയിട്ടാണ് പോൾ ലേഖനം എഴുതിയത്. പോളിനെ ഒന്നും സാത്താൻ കണ്ടു വിട്ടുമാറിയിട്ടില്ല. പോളിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏത് രീതിയിൽ തന്നെ ദമസ്കോസിൽ നിന്ന് വിളിച്ചപ്പോൾ മുതൽ റോമിലെ ആ കഴുമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന നേരം വരെ സാത്താൻ തന്നെ പോരാടാവുന്നിട്ട് മാക്സിമം പോരാടി ഒരു കരിമ്പിന്റെ ചണ്ടി മാതിരി ആക്കുന്ന രീതിയിൽ സാത്താൻ പോളിന്റെ നേരെ പോരാടിയിട്ടുണ്ട്. കുറെ 40 അടി 5 പ്രാവശ്യം. ഞാൻ ഒന്നും വിവരിക്കുന്നില്ല. എന്തെല്ലാം കഷ്ടതകളിൽ കൂടെ തന്നെ കടത്തിവിട്ടിട്ടുണ്ടെന്നുള്ളത്. താൻ സ്ഥാപിച്ച ഈ എഴുതിയിരിക്കുന്ന മെയിൻ 7 ചർച്ചുകൾക്കാണ് 9 ലേഖനം എഴുതിയിരിക്കുന്നത്, 4 പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്. ആ 7 സഭകളിലും സാത്താൻ പോരാടിയിട്ടുണ്ട്. 1-2 വാക്യം ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ വിഷയം ഇന്നുകൊണ്ട് തീരത്തില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറഞ്ഞു തീർക്കാം. നമുക്ക് സമയമുണ്ട്, ഒന്നും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് അടുത്ത വിഷയങ്ങൾ പഠിക്കാം. ഇവിടെ കണ്ടില്ലേ 16-ാമത്തെ അധ്യായം, റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഞാനൊന്ന് കാണിക്കാം. റോമാലേഖനം 16-ാം അധ്യായം 16-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയാ, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങൾ, ഇത് റോമാ സഭയിലാണ്, ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്ന് മാറുവീൻ. മനസ്സിലായ? ദ്വന്ദ്വപക്ഷങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നവര് അവരവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പുതിയ പുതിയ ഉപദേശങ്ങൾ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവരോട് അകന്ന് മാറുവീൻ. ഗ്രേസ് ഗോസ്പലിലും ഇതുണ്ടാകും. പൗലോസ് അപ്പോസ്തലന്റെ ഒരു മെയിൻ ചർച്ചിലാണ്
ഈ പറയുന്ന റോമൻ ചർച്ചിൽ പറയുന്ന ദ്വന്ദ്വഭാഷങ്ങളെ ഇടർച്ചകളെ ഒക്കെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. പോളിന്റെ ചർച്ചൊന്നും അങ്ങനെ കംപ്ലീറ്റ് സ്മൂത്ത് ആയിട്ട് പോയിരുന്ന ചർച്ചല്ല. അവിടെ എല്ലാം ഈ പ്രോബ്ലങ്ങളുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 10 മുതൽ ഉള്ള വാക്യങ്ങൾ കണ്ടില്ല? അവിടെ പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഭിന്നതയെ ഞാൻ എതിർക്കുന്നു. അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാകല്ലേ എന്ന് പറയുക. നിങ്ങളിൽ ഒത്തിരി ഭിന്നതയുണ്ടെന്ന് ഞാൻ ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. പോളിന്റെ ചർച്ചിൽ ഭിന്നതയുണ്ടോ? ഇത് കൊരിന്തിലെ ചർച്ച. ഈ ഭിന്നത എല്ലാ ചർച്ചിലും കൊണ്ടുവരും സാത്താൻ. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. അന്നത്തേനേക്കാൾ ഇന്ന് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ചർച്ച് രൂപീകരിച്ചാൽ അതിനെ 3 പീസാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓൾറെഡി ഗേറ്റ് മിനിസ്ട്രിയെ 2 പീസ് ആക്കി. ഗേറ്റ് മിനിസ്ട്രിയിൽ കൂടെ ഉണ്ടായിരുന്ന ചർച്ചുകളെ 2 പീസ് ആക്കി. ഇനി അടുത്തതിനെ എത്ര പീസ് ആക്കുമെന്ന് നോക്കിയാൽ മതി. അതിനു വേണ്ടി ഉള്ള പോരാട്ടങ്ങൾ ഈ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടു പോയത്. അതുപോലൊരു ഭയങ്കര തള്ളിക്കയറ്റം വന്നതായിരുന്നു. അതിനെ ഞാനും എൽദോ ബ്രദറും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിന്ന് വെട്ടിയത് കാരണം അത് ഒരു പരുവത്തിന് അത് തടയിടാൻ പറ്റി. ഇതുപോലുള്ള എന്തെല്ലാം സംഗതികളാണ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് അത് പ്രതീക്ഷിക്കണം. സഭയിൽ ഡിവിഷൻ ഉണ്ടാകും. അതുണ്ടാകാതെ കറക്റ്റ് ഗോസ്പലിൽ സത്യ ഉപദേശത്തിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ, അന്ത്യം വരെയും വിശ്വസ്തരായിട്ട് നിന്നു കഴിഞ്ഞാൽ, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിശ്വസിച്ച് നിന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവിന്റെ നാളിൽ കാഹളം ധ്വനിക്കുന്ന നാളിൽ നിങ്ങൾ ചേർക്കപ്പെടും എന്ന് ഞാൻ നിങ്ങൾക്ക് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഉറപ്പ് തരികയാണ്. അടുത്ത വാക്യത്തിൽ പറയാം, നിങ്ങളിൽ ഓരോരുത്തർ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്ന പോലെ ഈ ഡിവിഷൻ ഉണ്ടാകരുതെന്ന് പോൾ പറയുക. ഗലാത്യ സഭയിൽ നിന്നൂടെ ഒരു വാക്യം കാണിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറാം. ഗലാത്യ സഭ എല്ലാ സഭയിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം സാത്താൻ ഇത് മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗലാത്യ സഭയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും, ഒരു വിശ്വാസിയെ മറ്റൊരുത്തൻ ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവാൻ പറയും. ഇവിടെ ഈ സംഗതികളൊക്കെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ഇതിലും വന്നുകൊണ്ടിരിക്കും. 12-ാമത്തെ വാക്യം കൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ. 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അങ്ങച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. അപ്പോൾ അത്ര കട്ടിയായിട്ടുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ ഈ സത്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ നാക്ക് മുറിച്ച് കളഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് പറയുക. അവന് അറ്റ്ലീസ്റ്റ് നാക്കില്ലാതെ രക്ഷപ്പെടാനും അവന് കിട്ടാനുള്ള റിവാർഡുകളും സ്വീകരിച്ച് സ്വർഗത്തിലായിരിക്കാൻ പറ്റും. ഇവിടെ നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അങ്ങച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറയും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് നിങ്ങൾ വേറൊരാളോട് ഉപദേശം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ ലഭിച്ച കൃപയ്ക്കത്തോണ്ട് നിങ്ങൾക്ക് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇതൊന്നും ലൈസൻസ് ഇല്ലാതെ കൈ കിട്ടിയേക്കുന്ന കാര്യമല്ല. എന്തും പറയാനും എന്തും പഠിപ്പിക്കാനും. അത് സത്യമാണോ എന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വേണം നിങ്ങളുടെ മനസാക്ഷിക്ക് കുത്തലുണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട്. ഇവിടെ ഐക്യത, സഭയിലെ ഐക്യത എന്നുള്ള വിഷയമാണ് ഇതിന്റെ എല്ലാം ഈ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളോട് ഒന്ന് കാണിക്കാം. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഈ നമ്മൾ പഠിക്കുന്നത് റോമാലേഖനം 14-ാം അധ്യായം. അവിടുത്തെ വിഷയത്തിലേക്ക് ഞാൻ വരും. 2-3 കാര്യങ്ങൾ അവിടെ എടുത്തു പറയാനായിട്ടുണ്ട്. അതർവൈസ് ഇറ്റ് ഈസ് എ ജനറിക് ഇൻസ്ട്രക്ഷൻസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെയൊക്കെ ആ ഒരു എസൻസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാ ലേഖനത്തിലും ഇതാണ് വിഷയം, ആ യൂണിറ്റി, ചർച്ചിന്റെ യൂണിറ്റി. അവിടെ ബലഹീന വിശ്വാസിയുണ്ട്, അല്പവിശ്വാസിയുണ്ട്, സ്ട്രോങ് വിശ്വാസിയുണ്ട്. അവരെ തെറ്റിച്ച് കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം, ഇവിടുത്തെ എത്ര ഏകതയുണ്ടെന്ന് നോക്കി, ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട്, കണ്ടില്ലയോ? ഐക്യമത്യം എന്ന് പറയുന്നത് ഏക മതം, ഏക അഭിപ്രായം, ഐക്യമതം, ഐക്യമത്യം, ഏക ഭാവമുള്ളവരായി. കണ്ടോ? ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. നിങ്ങളിൽ ഒരു ഡിവിഷൻ ഉണ്ടായി, പാസ്റ്ററെ ഞങ്ങളിപ്പോ 2 ഗ്രൂപ്പായിട്ട് മാറി, കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ ജനത്തെ കിട്ടും, നമുക്ക് കുറെ കൂടെ വലിയ ചർച്ച ഉണ്ടാക്കാം എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. സഭയിൽ ഐക്യത ഉണ്ടായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ ദൈവവചനപ്രകാരം. കാര്യം നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നത് ദൈവവചനവും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹത്വമേറിയ ശുശ്രൂഷയും സുവിശേഷവുമാണ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട്
ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. അടുത്തത്, ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ ക്രിസ്തുവേശുവിലുള്ള ഭാവം? സകല മഹിമയും വെടിഞ്ഞിട്ട്, സകല ഉന്നതത്തിലെ സകല മഹിമയും വെടിഞ്ഞിട്ട് ഈ താണ ലോകത്തിലേക്ക് നമ്മളെ രക്ഷിക്കുവാൻ മനുഷ്യനായിട്ട് ലോകത്തിൽ ഇറങ്ങി വന്നിരിക്കുക. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ഇങ്ങേയറ്റം ആ മരക്കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ആ കർത്താവിന്റെ ക്രിസ്തുവേശുവിലുള്ള ആ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. കാര്യം കർത്താവ് മരിച്ചത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. കർത്താവ് മരിച്ചത് നമ്മുടെ കൂട്ടു സഹോദരനെ, മറ്റുള്ള ഒരുവനെ കൂടെ നേടുവാൻ വേണ്ടിയിട്ട്, അവനെ നേടുവാൻ വേണ്ടിയിട്ട് കർത്താവ് ഇങ്ങനെ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതും ഈ ക്രൂശിൽ മരിച്ചതും. അതിനെ നിങ്ങളുടെ പ്രസംഗത്താലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നതിനാലും ഒക്കെ അടുത്തുള്ളവനോട് ദോഷം വരുന്ന രീതിയിൽ ആകരുത് എന്ന് പഠിപ്പിക്കുക. റോമാലേഖനം 14 അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. റോമാലേഖനം 14 അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ചു തുടങ്ങിയത്. അവിടെ പറഞ്ഞ സംശയ വിചാരങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ, ഹിം ദാറ്റ് ഈസ് വീക്ക് ഇൻ ദ ഫെയ്ത്ത് റിസീവ് ye but not to doubtful disputations. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുകയും. ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് വാക്കിംഗ് ഇൻ ക്രിസ്ത്യൻ ലവ് എന്നുള്ളതാണ്. 14-15 അധ്യായത്തിൽ, അതായത് ദൈവസ്നേഹത്തിൽ കൂടി ഇതെല്ലാം ചെയ്യുക. ബൈബിളിൽ നിയമപരമായി വിലക്കാത്തതും എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഒരു വിശ്വാസിയും അഭിമുഖീകരിക്കുന്നതുമായിട്ടുള്ള അനേക വിഷയങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ആയിരിക്കുന്ന കൃപയാലാണ്, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ മറ്റുള്ള ഒരു കഴിവ് കൊണ്ടോ അല്ല നമ്മൾ ഈ കൃപയിൽ നിൽക്കുന്നത്. ദൈവസ്നേഹം നമ്മുടെ സഭയിൽ പ്രകടമാകണം. നമ്മളായിരിക്കും നമ്മുടെ സഹോദരങ്ങളോട് ചേർന്നുള്ള ആ ഒരു കൂട്ടായ്മയിൽ നമ്മുടെ ആ സ്നേഹം പ്രകടമാകണം. സ്വന്തം അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാനോ പരത്താനോ പാടില്ല. ഹൃദയത്തിൽ ചൂടുപിടിച്ചിട്ട് ഓരോ നിയമങ്ങൾ കൊണ്ടുവരരുത്. നമ്മുടെ സാഹോദര്യ സ്നേഹവും ആത്മീക കരുതലും പ്രകടമാകുന്ന സ്ഥലമായിരിക്കണം നമ്മൾ കൂടി വരുന്ന ദൈവിക സന്നദ്ധി. ക്രിസ്ത്യൻ ലിബർട്ടി എന്ന് പറയുന്ന ഒരു പുസ്തകമായി ഗലാത്യ ലേഖനം. ആ ഗലാത്യ ലേഖനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ആ ദൈവിക സ്വാതന്ത്ര്യം എന്താണ്, ക്രിസ്തുവേശുള്ള ആ സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ചില പ്രത്യേക രീതികളൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയവർ കാലക്രമേണ സഭയെ ഒരു പരീക്ഷ സഭയായിട്ട് മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെയുള്ള പുതിയ പുതിയ അഭിപ്രായങ്ങളും പുതിയ നിയമങ്ങളും ഒക്കെ ആ കൂട്ടായ്മയിൽ കൊണ്ടുവരാൻ തുടങ്ങി കഴിഞ്ഞാൽ കാലക്രമേണ അതൊരു പരീശന്മാരുടെ സ്വഭാവമുള്ള സഭയായിട്ട് മാറുന്നതിനിടയായിത്തീരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1-2 എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. അടുത്ത ദിവസം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഒരു ഹൈന്ദവ സഹോദരൻ നമ്മളെ ആഹാരം കഴിക്കാനായിട്ട് വിളിച്ചു. നമുക്ക് പോകാൻ പറ്റുമോ? വീട്ടിലോ ബന്ധത്തിലോ ഒക്കെയുള്ള ഒരു മാമോദീസ നടക്കുകയാണ്, അതിന് നമുക്ക് പോകാൻ പറ്റുമോ? കുറച്ചു മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ കള്ളപ്പം കഴിക്കാൻ പറ്റുമോ? ബ്രാൻഡി ചേർത്ത കേക്ക് കഴിക്കാൻ പറ്റുമോ? ക്രിസ്മസിന് സ്റ്റാർ ഇടാൻ പറ്റുമോ? 4-5 പേരെ കൂട്ടി ഓണത്തിന്റെ അന്നിരുന്ന് സദ്യ ഇലയിൽ ഉണ്ണാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ജനറൽ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് തരുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ആഹാര രീതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ പറയുന്നത്, നിങ്ങൾ ദിവസങ്ങളും ആണ്ടുകളും ആചരിക്കുന്നു, ഇതിലൊന്നും നിങ്ങളെ ആരും വിധിക്കരുത്. നമുക്ക് എന്ത് കഴിക്കാം, എന്ത് കുടിക്കാം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊരിന്ത്യ സഭയിൽ ഈ പ്രശ്നം വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാരിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 ഭാഗം ഒന്ന് വായിക്കാം. നമുക്കൊരു പക്ഷം ഉണ്ടെങ്കിൽ ഇന്ന് ഇതിനെ ചിന്തിച്ച് തീരാൻ കഴിയത്തില്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണമല്ലോ. 8-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ചില വാക്യങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നുന്നതിൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുവേൻ.
അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനാണെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. നീ ഒരു ക്ഷേത്രത്തിൽ പോയിരുന്ന അവിടുത്തെ വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ തിന്നുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡ് എന്താണ്? ഫുഡ് നമ്മുടെ ശരീരത്തിലോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരു ദോഷവും നിങ്ങൾക്ക് വരുന്നില്ല. കഴിക്കുന്നതുകൊണ്ടോ കഴിക്കാതിരിക്കുന്നതുകൊണ്ടോ ഒരു പ്രശ്നവുമില്ല. അത് മറപ്പുരയിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെന്നുണ്ടെങ്കിൽ അത് നീ കഴിക്കുന്നത് ഒരു ബലഹീന സഹോദരൻ കണ്ടാൽ, ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? അവന്റെ മനസ്സിൽ വിചാരിക്കും, ഓക്കെ, ഈ വിഗ്രഹങ്ങളും കുഴപ്പമില്ല, നമ്മൾ ഇതിനെയും വണങ്ങുന്നതുകൊണ്ടും ഇതിനെയും അവിടെ നിന്നുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടും ഒന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവന്റെ മനസാക്ഷി അതുമായിട്ട് ഉറയ്ക്കുന്നതിനിടയായി തീരത്തില്ലയോ എന്ന് ചോദിക്കുക. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ അവൻ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ട്? ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് ഞാൻ അധികം വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ആഹാരം എന്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടത് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. ഇനിയിപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്റെ സഹോദരൻ അതൊരു ഇടർച്ചയാകാതിരിക്കാൻ ഞാൻ ഇനിയും അങ്ങനെയുള്ള ആഹാരം കഴിക്കത്തില്ലെന്ന് പറയുക. 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ച 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടോ, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ടെന്ന് പറയുന്നുവല്ലോ. അങ്ങനെ പലരും കർത്താക്കന്മാരും ദേവന്മാരും ഈ ലോകത്തിൽ ഉണ്ടെന്ന് പേരുള്ളവരുണ്ടെങ്കിലും വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. നമുക്കറിയാം നമ്മെ വീണ്ടെടുത്ത ദൈവമാണ് ഏക സത്യ ദൈവം. അതിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയുമാണ്. പിന്നെ അവിടെ പോയി അത് വണങ്ങിയതുകൊണ്ട് ഇതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. അവിടെ വിഗ്രഹങ്ങളുടെ മുന്നിൽ വണങ്ങുന്നതുകൊണ്ടല്ല കുഴപ്പം. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരാം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. ഇങ്ങനെ 11-ാമത്തെ വാക്യം, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ എന്തായി പറയുന്നതെന്ന്? വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവർക്ക് നമ്മൾ ഈ പൂവിടുന്ന മാതിരി, നമുക്കിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പൂവും പൂമാലയൊക്കെ കണ്ടമാനം കൊണ്ടുവരുന്ന കാണാമല്ലോ, പൂക്കൾ അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ഇവരുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരു അർപ്പണമല്ല, ഇവർക്ക് യാഗം അവിടെ നടക്കുന്നത്. ആ യാഗത്തിന് ഇഷ്ടം പോലെ മൃഗങ്ങളെ യാഗം കഴിക്കണം. ആ കാലഘട്ടത്തിൽ ഇവരുടെ ഉള്ള ഈ ജാതീയ അമ്പലങ്ങളിലെ ഒരു പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ യാഗം കഴിക്കുക എന്നുള്ളത്. ഈ ഒത്തിരി മൃഗങ്ങളെ, വലിയ വലിയ കാളകളെയും ആടുകളെയും ഒക്കെ യാഗം കഴിക്കും അവിടെ. ആ യാഗം എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവത്തിന് യാഗം കഴിക്കുന്ന, എന്നിട്ട് അതിന്റെ ഇറച്ചി അവിടെ വിൽക്കും. യാഗം കഴിഞ്ഞ ഇറച്ചി എല്ലാം കൂടെ ഈ യാഗം കഴിച്ച പൂജാരി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് പിന്നെ അവിടെ കെട്ടി തൂക്കി അവിടെ നിന്ന് ഭയങ്കര ചീപ്പ് സെയിലാണ് നടക്കുന്നത്. ആ യാഗം കഴിച്ച ഇറച്ചി അമ്പലങ്ങളിൽ നിന്ന് അവരുടെ ആ ക്ഷേത്രങ്ങളിൽ നിന്ന് വിൽക്കും. അതിന് ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസ് ആണ് അവിടുന്ന് മേടിച്ചോണ്ട് പോവാം. ഈ വലിയ വലിയ സദ്യ, എന്താ പറയുക, സദ്യ അല്ലല്ലോ, വലിയ ഊണ്, വലിയ പാർട്ടി, 100-200 പേർക്കൊക്കെ ആഹാരം കൊടുക്കേണ്ടത്, ഇതൊക്കെ വരുന്നിടത്ത് ഇറച്ചി മേടിക്കുന്ന അവിടുന്ന് ഭയങ്കര ലാഭമാണ്. കടയിൽ മറ്റുള്ള ബുച്ചർ ഷോപ്പിൽ അല്ലെങ്കിൽ ഇറച്ചിക്കടയിൽ പോയിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് മേടിക്കുന്നവർക്ക് ഭയങ്കര ലാഭം. അതുകൊണ്ട് അതാണ് മേടിച്ച് മിക്കയിടത്തും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊക്കെ അത് മേടിക്കും. അതപ്പൊ കഴിക്കുന്നത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതും അവിടെ യാഗം കഴിച്ചതുമായ ഇറച്ചിയല്ലേ, അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. നമ്മളതാണ് 4-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. 4-ാമത്തെ വാക്യം, വിഗ്രഹാർപ്പിതങ്ങൾ അവിടെ അർപ്പിച്ചതായതുകൊണ്ട് അതിനെ തിന്നുന്നതിനെ കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും വിഗ്രഹമേ നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഏക സത്യ ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം, നാം അറിയുന്നു. മനസ്സിലായോ? അതുകൊണ്ട് അവിടുന്ന് കഴിച്ചത് കൊണ്ടൊരു പ്രോബ്ലം ഉണ്ടെന്നല്ല ഈ അധ്യായത്തിൽ പറയുന്നത്. അവിടുന്ന് കഴിച്ചത് ഒരു പ്രശ്നമല്ല. പ്രശ്നം ഉണ്ടെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കുകയും, അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഒരുത്തൻ കണ്ടാൽ ബലഹീനല്ലെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കത്തില്ലയോ എന്ന് ചോദിക്കുക. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. എന്ത് വേണമെങ്കിലും കഴിക്കാം, എവിടുന്ന് വേണമെങ്കിലും കഴിക്കാം, എവിടെ അർപ്പിച്ചതാണെങ്കിലും കഴിക്കാം, അതിനൊരു വിലക്കുമില്ല.
പക്ഷെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കുന്നത് വേറൊരാൾ കണ്ടു കഴിഞ്ഞിട്ട് ആ ആളുടെ വിശ്വാസം ഹനിക്കപ്പെടുന്നുവെങ്കിൽ ചെയ്യരുതെന്ന് പറയുക. ഒത്തിരി ഡയറ്ററി ലോ ദൈവം നമുക്ക് ബൈബിളിൽ തന്നിട്ടുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 1:29 വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ഇത് പറഞ്ഞു നിർത്താം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. 29-ാം വാക്യത്തിൽ ആദ്യമായിട്ട് ദൈവം നമുക്ക് ഡയറ്ററി പറയുമ്പോൾ പറയാ, ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലവും കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കണം. കണ്ടില്ലയോ? ഇത് സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലവും ഫ്രൂട്ട്സുമാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് മനുഷ്യന് വേണ്ടി തന്നേക്കുന്നത്. ഈ ഒരു സംഗതി ആ ദൈവം നമുക്ക് വേണ്ടി തന്നിരുന്നത് ഒറിജിനലി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇന്നത്തെ ചിക്കനും മട്ടനും ഒന്നും കയറി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇത് ഫോളോ ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ. ദൈവം തന്നേക്കുന്നത് ആദ്യമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണ്. ഇപ്പം ഇത് കുറെ കഴിഞ്ഞപ്പോഴത്തേന് 9-ാം അധ്യായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞപ്പോഴത്തേന് 9-ാം അധ്യായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ 3-4 വാക്യങ്ങൾ നോക്കിയേ. അവിടെ പറയാണ്, ഈ പ്രളയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന്, നോഹയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ദൈവം അത് മാറ്റി. ദൈവം പറയാണ്, ഭൂചര ജന്തുക്കളെ ഒക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, ഈ ഭൂമിയിൽ ചരിക്കുന്ന സകല സാധനങ്ങളെ നിങ്ങൾ കഴിക്കാന്ന് പറയുക. പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഭൂചര ജന്തുക്കൾ, അത് ഭൂമിയിൽ ചരിക്കുന്ന ജന്തുക്കളെ നിങ്ങൾ കഴിച്ചോളാൻ പറയാ. ആദ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമായിരുന്നു ഓർക്കണം. പക്ഷേ നോഹയുടെ കാലം കഴിഞ്ഞ് ദൈവം ആ ഡയറ്ററി ലോ മാറ്റുക. ഇവിടെ പറയാണ്, ഇതെല്ലാം തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷിക്കാം. പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ മാത്രം അതിനെ തിന്നരുത്. ബ്ലഡ് അതിലിരിക്കാൻ പാടില്ല. കഴുത്ത് കണ്ടിച്ച് ബ്ലഡ് മുഴുവൻ കളഞ്ഞതിന് ശേഷമേ അതിനെ കുക്ക് ചെയ്യാവൂ എന്നൊരു നിയമം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് രണ്ടാമത്തെ അതിനോടുള്ള ബന്ധത്തിൽ പറയുന്നത്. എന്നാൽ ലേവ്യ പുസ്തകം 11-ാം അധ്യായം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞു. ലേവ്യ പുസ്തകം, അതായത് മോശയെ വിളിച്ചു, ഇസ്രായേൽ മക്കളെ കനാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരിക. ഈ മോശയുടെ ഈ ലേവ്യ പുസ്തകം 11-ാം അധ്യായം മുഴുവനും ഡയറ്ററി ലോ ആണ് പറയുന്നത്. നിങ്ങൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. ഇവിടെയൊക്കെ പറയുന്നത് കണ്ടില്ലേ, മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതിനും കുളമ്പ് 2ആയി പിരിഞ്ഞിരിക്കുന്നതിനെയും ആയവിറക്കുന്നതിനും ഒന്നും നിങ്ങൾക്ക് തിന്നാം, എന്നാൽ ആയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നവയിലും നിങ്ങൾ തിന്നരുതാത്ത ഒട്ടകം ആയവിറക്കുന്നുവെങ്കിൽ കുളമ്പ് പിളർന്നതല്ല. നിങ്ങൾ ഇത് ഈ അധ്യായം മുഴുവൻ നോക്കണം. കുഴിമുയലിനെ തിന്നാമോ, അല്ലെന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ തിന്നാമോ എന്നുള്ള ഇത് ലിസ്റ്റ് പറഞ്ഞിരിക്കുക. ഇവിടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് പ്രോൺസ് കഴിക്കാൻ പറ്റത്തില്ല, ക്രാബ്സ് കഴിക്കാൻ പറ്റത്തില്ല, ചെതുമ്പലില്ലാത്ത ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഡയറ്ററി ലോ വന്നേക്കുക. ഇവിടുത്തെ ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള. കർത്താവ് ആദ്യം പറഞ്ഞു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭൂമിയിലുള്ള സകലതും കഴിച്ചോളാൻ പറഞ്ഞു, ഭൂചര ജന്തുക്കളെ കഴിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലേവ്യ പുസ്തകമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ പറയുകയാണ്, അശുദ്ധവും ശുദ്ധവും. ഇന്നും അതാണ് ഫോളോ ചെയ്യുന്നത്. അവർ അശുദ്ധമായൊന്നും കഴിക്കത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ളതൊന്നും അവർ കഴിക്കത്തില്ല. ഇതാണ് ഈ ഡയറ്റിനോടുള്ള ബന്ധത്തിൽ നിലവിലിരിക്കുന്നത്. ഇത് നിലവിലിരിക്കുന്ന കാലത്ത് ആ ദൈവം പോളിനെ വിളിക്കുന്നത്. പോളിനെ വിളിച്ചിട്ട് പോൾ ഈ വിഷയത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം എന്താന്ന് നോക്കാം. 1 തിമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. 1 തിമോഥെയോസ് 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഇവിടെ പൗലോസ് അപ്പോസ്തലനോട് ചോദിക്കാം, നമുക്ക് എന്ത് കഴിക്കാം, ഈ ശുദ്ധവും അശുദ്ധമായതിനൊക്കെയാണോ കഴിക്കുന്നത്, ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പോള് പറയാ, എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ഈ എല്ലാ സാധനവും കഴിക്കാന്ന് പറയാം. ഇവിടെ ഒരു സംഗതിയും വർജിക്കേണ്ടതില്ല. ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ളതിനെയൊക്കെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. എങ്കിലും ആ യഹൂദനായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സൂര്യന്റെ കീഴെ ചരിക്കുന്ന എല്ലാ സംഗതികളെ നിങ്ങൾക്ക് കഴിക്കാം, സ്തോത്രത്തോടെ അതിനെ ബ്ലസ് ചെയ്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് കഴിക്കുക, അത് ഒന്നും വർജിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുക. ദൈവവചനത്താലും പ്രാർത്ഥനയാലും എല്ലാം സകലതും ഒന്നും വർജിക്കേണ്ടതില്ല, സകലവും ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നുവല്ലോ. അതിനെ ബ്ലസ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറയുക. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് എന്തെല്ലാം കഴിക്കാം, എവിടെ പോകാൻ പറ്റും, എവിടുന്ന് കഴിക്കാൻ പറ്റും, ഒരു ബലഹീന സഹോദരന് ഒരു വിശ്വാസത്തിൽ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് പോൾ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ സംഗതികളും കഴിക്കാം, പക്ഷെന്നുണ്ടെങ്കിൽ അത് വേറൊരാളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ലെവലിലാകരുത്. ആ ഫുഡിൽ തന്നെ അതുകൊണ്ടൊരു ദോഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, നിങ്ങൾ അത് കഴിച്ചതുകൊണ്ട്. ഇപ്പൊ ഒരു കള്ളപ്പം കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ രക്ഷയിൽ നിങ്ങൾ വീണു പോകുന്നില്ല. ഒരു ബ്രാൻഡി ഉണ്ടാക്കിയിട്ടിരുന്ന കേക്കാണ്, പെട്ടെന്ന് ഞാൻ അറിയാതെ കഴിച്ചു പോയി, നിങ്ങൾ ഓക്കാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും നിങ്ങളെ ഹനിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നില്ല.
ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളെ കുറിച്ച് നമ്മൾ ആണ്ടുകളും കാലങ്ങളും ഒക്കെ പ്രമാണിക്കുന്നുണ്ട്. ആ കാലങ്ങൾ പ്രമാണിക്കാമോ, ഈ കാലങ്ങളിൽ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് ആ വിഷയത്തിലേക്ക് അടുത്ത ആഴ്ച വന്ന് 15-ാം അധ്യായത്തിലേക്ക് കയറുവാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഒരു ക്രിസ്ത്യൻ ലൈഫിൽ, പ്രാക്ടിക്കൽ ലൈഫിൽ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ചും, സഭയിൽ ഡിവിഷൻ ഉണ്ടാക്കാതെ ബലഹീനനായ വിശ്വാസിയെ താങ്ങി സ്നേഹത്തിലും നമുക്ക് മറ്റുള്ളവരെ കൂടെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ, ഡിവൈഡ് ചെയ്ത് നശിപ്പിക്കുന്ന രീതിയിലല്ലാതെ ആ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിയെ, അവനെ എങ്ങനെ നമുക്ക് ചേർന്ന് കൺസ്ട്രക്റ്റീവായി ദൈവസ്നേഹത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാനും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമായി തീരുവാനും ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യുവാനും കഴിയും എന്നുള്ള ഭാഗമാണ് നമ്മൾ ഈ 14-15 അധ്യായത്തിൽ വായിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ ഞാൻ ആമുഖമായിട്ടൊന്നും പറയത്തില്ല. 14-15 അധ്യായം ചിന്തിച്ച് തീർക്കുന്ന രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ പഠനം നമുക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും ഉത്സാഹത്തോടെ കടന്നു വന്നിട്ട് ചില ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ റോമാലേഖനത്തിന്റെ പഠനം അവസാനിക്കുകയും കർത്താവിന്റെ ഹിതമായാൽ ഒരു ബ്രേക്ക് എടുക്കാതെ നേരെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരികയും ചെയ്യണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.